2020 ഫെബ്രുവരി 24 കരിക്കുറി തിരുനാൾ ദിവസം ഒരു വെളിപാട് പോലെ ധീരജ് തൻ്റെ ഫേസ്ബുക്കിൽ എങ്ങനെ കുറിച്ചിട്ടു: ഒരു നാൾ ഞാനും മരിക്കും, അന്ന് ഞാൻ ചെയ്ത നന്മകൾക്ക് വില കൽപ്പിക്കപ്പെടുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു കരിക്കുറി തിരുനാൾ. കുഞ്ഞുനാൾ മുതലേ പലവിധ രോഗങ്ങളാൽ കടന്നുപോയതായിരുന്നു ധീരജിൻ്റെ കുട്ടിക്കാലം. 15-ാം വയസ്സ് മുതലാണ് ഹൃദയ സംബന്ധമായ ചില അസ്വസ്ഥതകൾ ധീരജ് എന്ന യുവാവിൽ കണ്ടു തുടങ്ങിയത്. 2011 ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ കൂടിയപ്പോൾ വിദഗ്ധ ചികിത്സകൾക്ക് സത്യസായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ധീരജിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകൾ മാറ്റിവെച്ചു. 2013 മെയ് 19 ധീരജ് ജിഫ്ന വിവാഹം. ഒരിക്കലും ഒന്നിക്കാൻ സാധ്യതയില്ലാതിരുന്ന രണ്ട് കുടുംബങ്ങൾ വല്യപ്പൻ്റെ ഇടപെടൽ മൂലം ദൈവം കണ്ടുമുട്ടാൻ ഇടവരുത്തുകയാണ്. 2013 ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചകളിൽ ധീരജിനെ കുറിച്ച് കേൾക്കാൻ ഇടവരികയും ഇങ്ങനെ ഹാർട്ട് പേഷ്യൻ്റായ ഒരു വ്യക്തി ഹൃദയവാൽവുകൾ മാറ്റിവെച്ച ധീരജ് എന്ന മകൻ കുടുംബജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ മുതൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന തുണ തന്നെയാണെന്ന് നമുക്കൊരു ബോധ്യം വരികയായിരുന്നു. കുടുംബജീവിതം വലിയൊരു സ്വപ്നമായിരുന്നു ചേട്ടായെ സംബന്ധിച്ച്. അപ്പനും അമ്മയും മക്കളും വീട് നിറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാൾ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി ആയതുകൊണ്ട്, സ്കൂൾ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ കയറുമ്പോൾ എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ധീരജിൻ്റെ നാവിലുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയമേ അളവില്ലാതെ എണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവുമായിട്ട് ഒരുപാട് അഭേദ്യമായ ബന്ധം ചേട്ടായിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാനാണ് ചേട്ടായി പറയാറ്. എപ്പോഴും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നതും പരിശുദ്ധാത്മാവിനോടാണ്. നമ്മളോട് പോലും പറയാതെ പലപ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കാറുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാറുള്ളൂ. പക്ഷേ തമ്പുരാനോടൊത്ത് ആയിരിക്കുന്ന സമയങ്ങളിലൊന്നും എന്നെ കൂട്ടി വിളിക്കാറില്ല. പെട്ടെന്നായിരിക്കും തോന്നുക ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പോയിരിക്കണം, ആരാധനയിലായിരിക്കണം, പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും എല്ലാ മാസവും വിശുദ്ധ കുമ്പസാരം നടത്തുവാനൊക്കെയുള്ള അവസരം ചേട്ടായി കണ്ടെത്തിയിരുന്നു. ആർക്കും അസൂയ തോന്നാവുന്നതും മാതൃകാപരമെന്നൊക്കെ എല്ലാവരും പറയുന്നതുമായൊരു സന്തുഷ്ട ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഓരോ ദിവസവും ഓരോ വർഷം പോലെയാണ് ഞങ്ങൾ. അത്രയ്ക്കും പ്രിയപ്പെട്ട നിമിഷങ്ങളായിരുന്നു ചേട്ടായിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. 9 വർഷവും 7 മാസമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ ആലോചിക്കുമ്പോൾ അതൊരു 9 ജന്മത്തെ സ്നേഹം ഞങ്ങൾക്ക് ചേട്ടായി തന്നിട്ടുണ്ട്. അപ്പം നല്ലോണം ഞങ്ങളോട് കളിപ്പിക്കും. അവിടെ മുകളിൽ അപ്പൻ്റെ കൂടെ കിടക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം കളിക്കും. പിന്നെ വെക്കേഷന് സ്കൂൾ പൂട്ടുമ്പോൾ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ മലയിലൊക്കെ കളിപ്പിക്കാൻ കൊണ്ടുപോകും. ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ അപ്പം കൊണ്ടുപോകും കടലിൽ സ്നേഹതീരത്തിൽ. കുറച്ച് നേരം കളിച്ചിട്ട് പോരും. ചെറുപ്പത്തിലെ അവരുടെ ഹൃദയത്തിലേക്ക് കേട്ടതൊന്നും മറക്കില്ല എന്നാണ് ചേട്ടായി പറയുക. അപ്പോൾ കുഞ്ഞു മനസ്സിലെ അവരുടെ ഉള്ളിൽ എപ്പോഴും ദൈവസ്നേഹം പകർന്നു കൊടുത്തിരുന്നു. അവർ ഉദരത്തിലായിരിക്കുന്ന സമയത്തും കുരിശ് വരച്ച് വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു.
കൂടുതലപ്പൻ ആദ്യം പഠിപ്പിച്ചു തന്നത് സിംഹകുട്ടികളെ കിട്ടാതെ വിഷ്ണുവിലേക്ക, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങൾ 34:10. ഇതാണ് അപ്പൻ എന്നും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാറുള്ളത്. എപ്പോഴും ദേവാലയങ്ങളിൽ കുഞ്ഞുമക്കളോട് ഒത്തു പോകുമ്പോൾ ചേട്ടായി പറയാറുള്ള 3 കാര്യങ്ങൾ, പ്രാർത്ഥിക്കാനായിട്ട് പറയാറുള്ള 3 കാര്യങ്ങളായിരുന്നു. ഒന്നെപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കൾ വേറൊന്നും പ്രാർത്ഥിക്കേണ്ട, ഭൗതികമായ കാര്യങ്ങൾക്കൊന്നും വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട, കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ എപ്പോഴും വിശുദ്ധിയിൽ നമുക്ക് മരണം വരെ വിശ്വസ്തതയിലും സ്നേഹത്തിലും മരണം വരെ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കുടുംബത്തിലെല്ലാവരും പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു ചേട്ടായുടെ ആത്മീയമായിട്ടുള്ള സ്വപ്നങ്ങൾ. സാധാരണ നിലയിൽ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ കുടുംബജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടാറുണ്ട്. പക്ഷേ ധീരജിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരേപോലെ തന്നെ വിളങ്ങി നിന്നിരുന്ന ഒരു പ്രത്യേക ശോഭയായിരുന്നു. കാരണം ദൈവസ്നേഹത്തോടൊപ്പം തന്നെ പരസ്നേഹവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ പ്രീതി ഒരേ സമയത്ത് നേടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഡിസംബർ 13 ധീരജ് എന്ന കുടുംബനാഥൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചേട്ടായി. ഇന്ന് സ്വർഗത്തിലെ നിക്ഷേപത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഓർക്കുകയും ചിന്തിച്ചെടുക്കുകയും ആത്മസംതൃപ്തിയോടുകൂടി കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അവസാനത്തെ നാളുകളിലാണ് ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നത്. ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ചേട്ടായിക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ മാസങ്ങളായിരുന്നു. എപ്പോഴും അനുഗ്രഹങ്ങൾ കാത്തും അല്ലെങ്കിൽ അപകടങ്ങൾ സഹനങ്ങൾ കാത്തും ഒക്കെ ചേട്ടായി ഇരിക്കുന്ന ഒരു മാസമായിരുന്നു ഒക്ടോബർ മാസം. സെപ്റ്റംബർ മാസം ആകുമ്പോഴേ പറയും, ജിഫു ഒക്ടോബർ മാസം വരാൻ പോകുന്നുണ്ട് കേട്ടോ, മാതാവ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തരാൻ പോണത്, അല്ലെങ്കിൽ എന്തൊക്കെ സഹനങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകണമെന്ന് നോക്കിക്കോ, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 2022 ഒക്ടോബർ മാസത്തിലാണ് ചേട്ടായിക്ക് വയ്യായികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു സഹനം ഒക്ടോബർ മാസത്തിൽ വന്നത്. പക്ഷെ അത് എത്രത്തോളം എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മരണത്തോളം എത്തുന്ന ഒരു സഹനമായിരിക്കും അതെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ആ സമയങ്ങളിൽ ചേട്ടായിയുടെ നെഞ്ചത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം അലർജി ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ കഴുത്തിൽ കൊന്തയും വെന്തിങ്കോ ഒന്നും ധരിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ ഒക്ടോബർ മാസം ചേട്ടായി പറഞ്ഞു, ഞാനിനി ഈ വെന്തിങ്ങ ഊരില്ല, മരണത്തിന് 7 ദിവസം മുൻപ് മാതാവ് മരിക്കുന്ന വിശ്വസിക്കുന്ന വ്യക്തിക്ക് ദർശനം നൽകുമെന്നാണ് മാതാവ് സന്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിനി ഈ വെന്തിങ്ങം കഴുത്തി നൂരില്ല എന്ന് ചേട്ടായി പറഞ്ഞു. അങ്ങനെ തന്നെ അവസാന നിമിഷം ബോധം പോകുന്നതിന് മുൻപ് നവംബർ 6-7 തീയതി ഇതുപോലെ പെട്ടെന്ന് വയ്യായിക കൂടുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പലതവണ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതാണ്. ഇനി എങ്ങോട്ട് പോകും എന്നറിയാതെ ചേട്ടായി ചോദിക്കുമ്പോൾ ഇവിടം വിട്ട് നമ്മുടെ നാട് വിട്ട് പോകാൻ ചേട്ടായിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ പിരിയാനുള്ള വിഷമം കാരണം അടുത്ത ഹോസ്പിറ്റലിലാണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ കാണാമല്ലോ, അപ്പോൾ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റില്ല എന്നൊരു വിഷമമുള്ളത് കാരണം ഞങ്ങളെപ്പോഴും ഇവിടെ തന്നെയാണ് കാണിച്ചിരുന്നത്, മിഷൻ ഹോസ്പിറ്റലിൽ. പലരും എന്നോട് പറഞ്ഞു, നീ ഒരു നിയോഗം വെച്ച് ധീരജിന് വേണ്ടി പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും എൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിട്ട് ചോദിക്കാതെ നമ്മളൊന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടായിട്ട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് ചേട്ടായി, എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കും നിയോഗം വെച്ച് അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, വേണ്ട, ഈ സഹനം ദൈവം എനിക്ക് അനുവദിച്ച് തന്നതാണ്, ഇതെനിക്ക് മാറിപ്പോകണ്ട, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അത്ഭുതങ്ങൾക്ക് പുറകെ പോവുകയും വേണ്ട.
നമ്മുടെ ആവശ്യനേരങ്ങളിൽ നമ്മെ സഹായിക്കാൻ ദൈവം ഒരുപാട് മാലാഖമാരെ തരും. അത് നീ കാണും. നമുക്കത് വിവാഹം എന്ന കൂദാശയിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ധാരാളം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യ നേരത്തെ തരുമെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് കേട്ടിട്ടുള്ള വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ. അത് നീ ഇനി ജീവിതത്തിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നോട് പറഞ്ഞു. അത് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കോരിത്തിരിക്കണം. ആ നിമിഷം ചേട്ടായി പറഞ്ഞ ആ സമയത്ത് ഇതൊക്കെ എത്രയോ സത്യമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ. അതിനുശേഷം പിന്നീട് അങ്ങനെ സംസാരിക്കാനായിട്ട് ഇട വന്നില്ല. പിന്നെ തന്നെ ബോധം പോവുകയും വേഗം തന്നെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തലച്ചോറിൽ ബ്ലീഡിങ് ആണ്, വേഗം അപ്പോളയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവസാനം എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഇപ്പോഴും അത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അയക്കുന്ന മാലാഖമാരെ ഞാനിങ്ങനെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധീരജത് സ്വർഗത്തിലിരുന്ന് അയക്കുന്നതാണെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ദൈവമക്കളെ സ്നേഹിച്ചത്? തൻ്റെ ശരീരവും രക്തവും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ പോലെ സ്വന്തം ജീവിതം ധീരജ് തൻ്റെ മരണത്തിലൂടെ തൻ്റെ കണ്ണുകളും തൻ്റെ കിഡ്നിയും കരളും ഈ മനുഷ്യമക്കളിൽ ഒരുവന് നൽകിക്കൊണ്ട് തൻ്റെ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. തൻ്റെ ശരീരം മുഴുവനും ഈ ഭൂമിയിലെ മനുഷ്യമക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ക്രിസ്തുവിനെ പോലെ ധീരജും തൻ്റെ ശരീരത്തിലെ ഭാഗങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധീരജ് എന്ന് പറയുന്ന വ്യക്തിത്വം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാശയുടെ സഹയാത്രികനാണ്. എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ചിന്ത എന്ന് പറയുന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരാത്മാവിനെ, തൻ്റെ പ്രിയപ്പെട്ട മകനെ നോക്കാൻ ഏൽപ്പിച്ച ഒരാത്മാവായിരുന്നു ഞാൻ എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴും. ആ ഒരു ദൗത്യം, ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ജന്മസാഫല്യം എന്ന് പറയുന്നത്.